ഈ ഒരു ദേശം മുഴുവനും ഒത്തുചേർന്നിരിക്കുന്നത് ഈ ഒരു നാടിൻ്റെ തന്നെ ഉത്സവത്തിന് വേണ്ടിയാണ്. അതെ, പള്ളിയറ കാളിയൂട്ട്. ഹായ് ഗൈസ്, ഇത് ഗോകുലാണേ. 3 വർഷത്തിലൊരിക്കൽ മാത്രമാണ് പള്ളിയറ കാളിയൂട്ട് നടന്നു വരുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും തെക്കൻ കേരളത്തിലെ അത്യപൂർവമായ ക്ഷേത്രോത്സവമാണ് പള്ളിയറ കാളിയൂട്ട്. ക്ഷേത്രത്തിൽ കലശം കെട്ടുന്നതോടുകൂടി കാളിയൂട്ട് ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നു. മുടിയേറ്റ്, നിലത്തിൽ പോര്, പറണേറ്റ് തുടങ്ങിയവയാണ് പള്ളിയറ കാളിയൂട്ടിന്റെ അവസാന ദിവസ ചടങ്ങുകൾ. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന കാളിയൂട്ട് മഹോത്സവം. അതെ, ഒരു നാട് മുഴുവനും അരങ്ങായി മാറുന്ന അതിവിശിഷ്ടമായ അനുഷ്ഠാന കലയുടെ ശക്തി നിർഭരമായ ആവിഷ്കാരമാണ് പള്ളിയറ കാളിയൂട്ട്. ചരിത്രപ്രസിദ്ധമായ താഴ്മൺമഠം ദേവീക്ഷേത്രത്തിൽ നിന്നും ഭദ്രകാളി ദാരിക നിഗ്രഹത്തിനായി യാത്ര തുടങ്ങുന്നു. തുടർന്ന് പള്ളിയറ ക്ഷേത്രത്തിലെത്തി മുടിയേറ്റ് നടത്തും. മുടിയേറ്റിയ ദേവി വർദ്ധിച്ച കോപത്തോടെ ദാരികനെ തേടി നിലത്തിൽ പോരിനായി ഇറങ്ങുന്നു. നിലത്തിൽ പോരിനു ശേഷം ആകാശയുദ്ധം ആരംഭിക്കുന്നു. ആകാശയുദ്ധത്തിനു വേണ്ടി തയ്യാറാക്കിയ 2 പറണുകളാണുള്ളത്. ഒന്നിൽ ദേവിയും മറ്റൊന്നിൽ ദാരികനും കയറി ആകാശയുദ്ധം ആരംഭിക്കുന്നു. പറണേറ്റിന് ശേഷം പ്രതീകാത്മകമായി ദാരികന്റെ നിഗ്രഹം നടക്കും. തുടർന്ന് ദേവി പറണിന് ചുവട്ടിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ക്ഷേത്രത്തിലെത്തി ഭക്തജനങ്ങൾക്ക് വിത്തുകൾ നൽകി അനുഗ്രഹിക്കും. ഇതോടുകൂടി പള്ളിയറ കാളിയൂട്ടിന് പരിസമാപ്തി കുറിക്കുന്നു. മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം പ്രപഞ്ച ചക്രവർത്തിയാകുവാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരികൻ തൻ്റെ മരണമൊരു സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പിറക്കാത്തൊരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം വാങ്ങുകയും തൻ്റെ ഒരു തുള്ളി രക്തം താഴെ വീഴാതെ ആകണം തൻ്റെ മരണമെന്നും, അഥവാ ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിൽ നിന്നും 1000 ദാരികന്മാർ ജനിക്കും എന്നുള്ള വരമായിരുന്നു ബ്രഹ്മാവിൽ നിന്നും കരസ്ഥമാക്കിയത്. ബ്രഹ്മാവിൽ നിന്നും വരം കിട്ടിയ ദാരികൻ ഭൂമിയിലും സ്വർഗത്തിലും നാശം വിതയ്ക്കുകയും ദാരികന്റെ അതിക്രമത്താൽ സ്വർഗലോകം പോലും നഷ്ടപ്പെട്ട ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം തേടുകയും ചെയ്തു. എന്നാൽ ദാരികനെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്നും ഭഗവാന്റെ ഉപദേശപ്രകാരം കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് സങ്കടം പറയുകയും ചെയ്തു. ദാരികൻ എന്ന അസുരനെ വധിക്കുവാൻ മഹാദേവൻ നിർണയിച്ചതിനെ തുടർന്ന് ഭദ്രകാളി ഭൂമിയിലെത്തി യുദ്ധം ചെയ്യുകയും ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ വീഴാൻ അനുവദിക്കാതെ അയാളുടെ മാംസവും രക്തവും ഭഗവതിയും ദേവീവാഹനമായ വേതാളിയും ശിവഗണങ്ങളും ഭക്ഷിച്ചു. ഇതാണ് കാളിയൂട്ടിന്റെ ഐതിഹ്യം. ഈ ചരിത്രപ്രസിദ്ധമായ കാളിയൂട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ നാട് ഒന്നടങ്കം പള്ളിയറ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. സോ നിങ്ങളും പള്ളിയറ കാളിയൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ ഫ്രം ഗോകുൽ. മധുരപുരം എരിച്ച കാളിയമ്മേ